കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ CPM പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കെ ശൈലജയുടെ മട്ടന്നൂരിൽ നിന്നുള്ള മാറ്റമാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ മണ്ഡലത്തിൽ നിന്നും മാറ്റി താരതമ്യേന വിജയസാധ്യത കുറഞ്ഞ പേരാവൂരിലേക്ക് ശൈലജയെ നിയോഗിക്കാനുള്ള തീരുമാനം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ സംവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. 5 തവണ മത്സരിച്ചു എന്ന സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടിയാണ് ശൈലജയെ മട്ടന്നൂരിൽ നിന്നും മാറ്റുന്നത്. മട്ടന്നൂർ CPMന്റെ ഏറ്റവും സുരക്ഷിതമായ കോട്ടയാണ്. അവിടെ ആര് മത്സരിച്ചാലും ജയിക്കുമെന്ന ആത്മവിശ്വാസം ജില്ലാ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ശൈലജയുടെ ജനപ്രീതി ഉപയോഗപ്പെടുത്തി UDF കൈവശം വെച്ചിരിക്കുന്ന പേരാവൂർ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ ഇതിനെ ഒരു ഒതുക്കൽ തന്ത്രമായിട്ടാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളിൽ തന്നെ മത്സരിക്കുമ്പോൾ ശൈലജയെ മാത്രം വെല്ലുവിളി നിറഞ്ഞ മണ്ഡലത്തിലേക്ക് മാറ്റുന്നത് ബോധപൂർവമാണെന്ന ആക്ഷേപവും ശക്തമാണ്. വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം പേരാവൂരിലും തോൽവി നേരിടേണ്ടി വന്നാൽ അത് ശൈലജയുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് അന്ത്യമാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച പട്ടികയിൽ യുവത്വത്തിനും പുതുമുഖങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകിയിട്ടുമുണ്ട്. മട്ടന്നൂർ ശൈലജയ്ക്ക് പകരം DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജാണ് ഇവിടെ പോരാട്ടത്തിനിറങ്ങുന്നത്. യുവ വോട്ടർമാരെ ആകർഷിക്കുക എന്നതാണ് ഇതിലൂടെ പാർട്ടി ലക്ഷ്യമിടുന്നത്. തളിപ്പറമ്പ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പകരം അദ്ദേഹത്തിന്റെ ഭാര്യയും മുതിർന്ന നേതാവുമായ PK ശ്യാമളയാണ് ഇവിടെ മത്സരിക്കുന്നത്. വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കൂടിയാണ് ഈ നീക്കം. തലശ്ശേരി സ്പീക്കർ AN ഷംസീറിന് പകരക്കാരനായി രാജനെ മത്സരരംഗത്തിറക്കാൻ തീരുമാനിച്ചത് മണ്ഡലത്തിലെ സംഘടനാ കരുത്ത് വർദ്ധിപ്പിക്കാനാണ്. കണ്ണൂരിലെ മറ്റൊരു പ്രധാന വാർത്ത P ജയരാജനെ ഇത്തവണയും പാർലമെന്ററി രംഗത്തേക്ക് പരിഗണിച്ചില്ല എന്നതാണ്. പാർട്ടിയുടെ സംഘടനാ രംഗത്ത് നേരത്തെ തന്നെ തഴയപ്പെട്ട ജയരാജന് സീറ്റ് നൽകാത്തത് അദ്ദേഹത്തിന്റെ സജീവ രാഷ്ട്രീയത്തിന് വിരാമം കുറിക്കുന്നതിന്റെ സൂചനയായും വിലയിരുത്തപ്പെടുന്നു. മുതിർന്ന നേതാക്കൾ മാറി നിൽക്കണമെന്ന പാർട്ടിയുടെ കർശന നിലപാടിന്റെ ഭാഗമായാണ് ഇതെങ്കിലും ജയരാജനെ പോലൊരു ജനകീയ നേതാവിനെ മാറ്റി നിർത്തുന്നത് അണികൾക്കിടയിൽ എന്ത് പ്രതികരണം ഉണ്ടാക്കുമെന്നതും കണ്ടറിയണം. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പല പ്രമുഖ നേതാക്കളും പാർട്ടിയിൽ നിന്ന് പുറത്താണ്. തോമസ് ഐസക്കും MM മണിയും മുൻ മന്ത്രിമാരും പാർട്ടിയുടെ കരുത്തുറ്റ മുഖങ്ങളുമായി ഇവർ ഇത്തവണ മത്സരിക്കില്ല. കുടുംബജോലിയിൽ മാണിക്ക് പകരം KK ജയചന്ദ്രൻ എത്തും. M സ്വരാജ്, PK ബിജു, പുത്തലത്ത് ദിനേശ്, EP ജയരാജൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളൊന്നും ഇത്തവണ സ്ഥാനാർത്ഥികളാകുന്നില്ല. ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ പുതുമുഖങ്ങളെ ഇറക്കുക എന്ന CPMന്റെ പൊതു തന്ത്രമാണിത്. 2011 പേരാവൂരിൽ സണ്ണി ജോസഫിനോട് പരാജയപ്പെട്ട ചരിത്രവും ശൈലജയ്ക്കുണ്ട്. 2016 2021 സുരക്ഷിത മണ്ഡലമായ കൂത്തുപറമ്പിലും മട്ടന്നൂരിലും മത്സരിച്ചാണ് ടീച്ചർ വിജയിച്ചത്. ഇപ്പോൾ വീണ്ടും പഴയ പരാജയ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ എതിരാളി ശക്തനായ സണ്ണി ജോസഫ് തന്നെയാണെന്നത് പോരാട്ടത്തിന്റെ വീര്യം കൂട്ടുന്നു. മന്ത്രിസഭ രൂപീകരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോഴും വടകരയിൽ തോറ്റപ്പോഴും ടീച്ചറോട് അനുഭാവം പുലർത്തിയ വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന നിലയിൽ പോലും പലരും ടീച്ചറെ കാണുന്നുണ്ട്. ഈ ജനപ്രീതി വോട്ടാക്കി മാറ്റി പേരാവൂർ തിരിച്ചുപിടിക്കാൻ ശൈലജയ്ക്ക് കഴിയുമോ എന്നതാണ് CPM ഉറ്റുനോക്കുന്നത്. CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക വലിയൊരു പരീക്ഷണമാണ്. മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തിയും കടുപ്പമേറിയ മണ്ഡലങ്ങളിൽ ജനകീയ മുഖങ്ങളെ പ്രതിഷ്ഠിച്ചും അധികാരം നിലനിർത്താനാണ് പാർട്ടി ശ്രമിക്കുന്നത്. KK ശൈലജയുടെ പേരാവൂരിലെ പ്രകടനം പാർട്ടിക്കുള്ളിലെ അവരുടെ സ്ഥാനത്തെയും കേരള രാഷ്ട്രീയത്തിലെ അവരുടെ ഭാവിയെയും നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും. ശൈലജ ടീച്ചർക്ക് സീറ്റ് നൽകിയെന്ന പ്രതീതി സൃഷ്ടിക്കുമ്പോൾ തന്നെ അവരെ പരീക്ഷണ മണ്ഡലത്തിലേക്ക് തള്ളിവിട്ടത് രാഷ്ട്രീയമായ ഒരു ചതുരംഗ നീക്കമായി തന്നെ അവശേഷിക്കുന്നു.